ദൂരെ കണ്ണാടി പുഴ കളകളയൊഴുകും നേരത്തെ കാളിക്കാവിൻ ചെണ്ട് നരകാളവ ബേബി ഊഞ്ഞാലിൽ കടന്നുറങ്ങി കയ്യൊക്കെ പിടിച്ചൊക്കെ നോക്കി വള്ളിന്ന് ഏയാ ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ കുട്ടിയെന്ന് ആലോചിച്ചാണ്ട് ഈ കാറിൽ വരിക. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കുഞ്ഞോൾ പറഞ്ഞു തരും. എങ്ങോട്ടാ പോണത്? അങ്ങനെ നമ്മളെ ഹെയർ കെയർ ഓയിലേക്കുള്ള എന്താ പനിനീർപ്പൂവ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മാഷിമ്മ അല്ലേ? അതായത് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും തേങ്ങയുടെ വില എന്താണ്. അത് ഗൈസ്, വേറൊരു സർപ്രൈസ് ഉണ്ട്. ജനുവരി 4 ദൂരെ കണ്ണാടി പുഴ കളകളയൊഴുകും നേരത്തെ നിന്നെ കാളിക്കാവിൻ ചെണ്ട് നരകാള വണ്ടിക്കാരനോ ഊഞ്ഞാലിൽ ആടും. ഇത് ടിഷ ബേബിക്ക് അന്തമില്ലേ? ടിഷ ബേബിയെ ബെൽറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് കുത്തരുന്നുണ്ടോ? ഇതേ അനക്ക് പൂജ പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ ഞങ്ങൾ ഇതാക്കിയത് കേട്ടോ. ഓക്കെ, ഊഞ്ഞാലും അടുക്കളയില് ഞങ്ങൾക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നല്ല. ബിസ്ക്കറ്റ് കണ്ണാക്ക് കൊടുങ്ങൂല ഇതെന്താ പൊട്ടത്തിയാ. പക്ഷെ അതിൽ വലിയൊരു പീസ് പോയാലോ? അത് തിന്നാലും തയ്ക്കണം. അവ തയ്ക്കണേന് വിഷറിയോ? ചൂടെടുക്കണ്ടോ ടിഷ? ചൂടെടുക്കണ്ടോ? ഈ ഊഞ്ഞാലിരുത്തി എന്ത് കളിച്ചാ കൊടുത്താലും അതൊക്കെ നിലത്തേക്ക് ഇടുന്ന പിന്നെ കളിച്ചാ ഉണ്ടായിട്ടോളന്ന് ഒലിച്ചാണ് വെറും വളവത്തിയാണത്. അതിനെ കുറിച്ച് എല്ലാവർക്കും ധാരണയിക്കണോ? അല്ല, എന്താണ് ഇന്ന് ചായക്കടി? വിശക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? മസാല ദോശ. മസാല ദോശ ചുട്ടല്ലോ ചുട്ടല്ലോ. കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവിടെ ബിഗ് ബോസ് ഓണാക്കി വെക്കും. ഇവിടെ മസാല വെക്കും ദോശക്കുള്ള. ദോശ ചുടും, അതിന് കുറച്ച് മസാല ഇടും, കുറച്ച് നെയ്യാക്കും, ഇത് മടക്കും. ബിഗ് ബോസ് പ്ലേ ചെയ്യുക കാണും അല്ലേ? ഫിഷ കറിയും ബിസ്ക്കറ്റ് എടുത്ത് അണ്ണാക്കി വെച്ചുകൊടുക്കും. അപ്പൊ ഇത് നമ്മുടെ ഇബ്രുവിനും അബ്രുവിനുള്ള ലഞ്ച് ബോക്സ് അല്ലേ? ഓർക്ക് ലഞ്ച് ഇതാ മസാല ദോശ. ഓർക്ക് അതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടല്ലേ? പറഞ്ഞതുകൊണ്ടാണ് ചട്ടിനിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ വേദിയിൽ നമ്മുടെ ജിറബ് എണീറ്റ് വന്നിട്ടുണ്ട്. ശ്രീ ജിറബ്, എന്താണ് ഈ ഒരു നേരത്തെ ഇത്ര നേരത്തെ എണീക്കാനുള്ള കാരണം? നേരത്തെ ഉറങ്ങിയിട്ടില്ലേ ജിറബേ? ജിറബേ ഡാ, എന്തിത്ര നേരത്തെ എണീക്കാനുള്ള കാരണം പറയും. ഇന്നലെ നേരത്തെ ഉറങ്ങിക്കണേന് എൻ്റെ അടുത്തുനിന്ന് 2 വറ്റ് കിട്ടുമ്പോൾ തന്നെ വിശന്നിട്ട് നിൽക്കാൻ വയ്യ. മസാല ദോശ ഇത് കുടിച്ചാ പറഞ്ഞു. ദോശ ചുട്ടോ? ഇനി ഞാൻ ദോശ ചുടുണ്ടാവാറുണ്ടല്ലോ. ഞാൻ ആദ്യം ചുട്ട ദോശന്റെ ഇതെന്താ നോക്കട്ടെ, റിസൾട്ട് നോക്കട്ടെ, എന്നിട്ട് എന്നിട്ട് ഇനി ചുട്ടാ മതി ബാക്കി. ദോശക്കൊരു പുറം ഭാഗം ഒരു ഡ്രൈനെസ് കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഞങ്ങളെ മറിച്ച് പറയും. രസമുണ്ട്. കടീത്ത എന്താ വെച്ചാലേ നെയ്യ് ഉണ്ടാവില്ല. ഇവിടെ പറഞ്ഞാൽ ഞാൻ അതിന് കൊണ്ടുവന്ന് വെച്ചാൽ നെയ്യൊക്കെ ഇതിൽ കൊണ്ടുവന്ന് കുത്തി കയറ്റിയേക്കല്ലേ, പിന്നെ രസമല്ല ആക്കും. ഗൈസ്, ഒന്നും പറയാല്ല കേട്ടോ, വേറെ ലെവല്. അതായത് നമ്മൾ ഈ ബട്ടറിൻ്റെ ഒക്കെ മഷ്റൂമിൻ്റെ ഒക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ തിന്നണ മാതിരി ഭയങ്കര ഒരു നെയ്യൊക്കെ ഉള്ള സാധനം. സൂപ്പറാ. അത് പോയി കിട്ടുന്ന ഓക്കെ. നിങ്ങൾക്ക് നല്ലതും കിട്ടും, ഞങ്ങൾക്ക് കരിഞ്ഞും കിട്ടില്ല. ടിഷ ബേബി ഊഞ്ഞാലിൽ കടന്നുറങ്ങി കയ്യൊക്കെ പിടിച്ചൊക്കെ നോക്കി വള്ളിന്ന്.
എടാ അതിന്റെ സൗണ്ട് കുറച്ചാ. കൈ കൊണ്ട് പിടിച്ചിട്ട് എങ്ങോട്ടേക്ക് പോണത്? മുടി വെട്ടാനോ? സൂചടിച്ചാനോ? മുടി വെട്ടാനോ സൂചടിച്ചാനോ? ഒളിച്ചിട്ട് സൂചടിച്ചാല് പേടില്ല പനക്ക്? പേടില്ലേ? പേടില്ലേ? സമ്മതിച്ചോളെ പേടിയല്ലേ? എന്തേലും ഉണ്ടോ വിശക്കണീന്? മസാല ദോശ അല്ലേ? വേറെന്തല്ലേ? എന്തൊക്കെ പോണ്ട വയറട്ടെ. ഞാൻ ഒരു ദോശ ഒന്ന് പോയതല്ലേ. ഞായാ ഇങ്ങോട്ട് വരുമ്പോ ഇപ്പൊ കുട്ടിയെന്ന് ആലോചിച്ചാണ്ട് ഈ കാറിൽ വരിക. അവിടെ കഴിയില്ലല്ലേ? ഐസ്ക്രീം വാങ്ങി കൊടുക്കണ്ടേ? എന്നാലും വേണ്ടില്ല. എന്നാലും ഒഴിച്ചാൽ എന്നാ മതിട്ട് അടുക്കപ്പയം വേണം എനിക്ക്. ഓനെ പറഞ്ഞേക്കണ് ദമ്മ് കൂടുന്ന നല്ല വിളിക്ക്. അങ്ങനെ വാതിൽ ഞാൻ അടക്കാം. മറന്ന അത് അടക്കണം. ഈ വാതിലും കൂടി ഇതാക്കാതെ അടക്കണത് നമ്മ കൂട്ടിയാണ്ട് യോജിപ്പിച്ച അത് പിടിച്ചേ. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ കുഞ്ഞോൾ പറഞ്ഞു തരും. എങ്ങോട്ടാ പോണത്? അപ്പൊ ഞങ്ങളിന്ന് മിനി ഊട്ടി പോവാണ് കേട്ടോ. കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴത്തേനും എല്ലാവരും സ്കൂട്ടാനുള്ള പരിപാടിയാണ്. കുറേ ദിവസമായി ഒന്ന് അല്ലേ ഒന്ന് കപ്പിളായിട്ട്. കപ്പിള് എന്നില്ല എന്നാലും ഒരു കപ്പലിലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞോളോട് കുട്ടികളോട് തറവാട്ടിൽ ഇറങ്ങാൻ പറയല്ലേ ഞോളെ? പോലെ ടിഷു ബേബിയെ പോരുണ്ടോ? ഇന്നെ നോക്കണ്ട, ഞാൻ പോരുന്നില്ല. ഒറ്റക്ക് പോയിക്കൂടി. ഭയങ്കര അലമ്പയിക്കണല്ലേ? അപ്പൊ ഞാൻ ഇരുത്തുമ്പോ ഞാൻ ഇരിക്കണ്ടോ? ഞാൻ എങ്ങോട്ടേലും പോണങ്ങനെ നോക്കണ കുട്ടീനെടുക്ക് പോകാം. അഞ്ച് ബാഗ് പിടിച്ചോന്ന് ജബ്രും ഇല്ല. അപ്പൊ ജിന്റെ ബാഗ് പിടിച്ചാനല്ലേ ഞാൻ പിടിച്ചോളിട്ടോന്ന് ആദ്യേ പറയോ. പിടിച്ച് സിബൊക്കെ കേടത്തിക്കണെന്നുള്ളു. ബാഗാണ് നിലത്തരുത്. അത്ര ഉള്ളോനെ ബാഗിന്റെ അത്ര ഇല്ല. വീഡിയോ എടുക്കണ്ടേ? കണ്ണടട്ടെന്ന കണ്ണടട്ടെ. എല്ലാരും ചോദിച്ചിട്ടുണ്ടാ മാല മാറിയില്ലേ? മറ്റേ മാലയുടെ അപ്പൊ കാണൂലല്ലേ? അപ്പൊ ഈ ബ്ലാക്ക് സൊലാത്ത് മാല കണ്ട് ആ അടക്കാം. അതൊക്കെ ഇങ്ങനെ നെക്കിയാ പോരെ. ഇതിലുണ്ടായപ്പോ എവിടക്ക പോണേ? മിനി ഊറ്റി കാണും പോലെ. മിനി ഊറ്റിക്ക് ഓലൊന്നും ഇല്ലട്ടോ. അബ്രോ സ്കൂൾ കഴിക്കാണ്. അബ്രോ ഇബ്രോ ഒക്കെ സ്കൂളിൽ പോയി. ആ സ്കൂളത്തെ ഡ്രൈവർക്ക് വിളിച്ച് പറയണ്ടോ ഞങ്ങളെ? കുടിയിലിറങ്ങാനല്ലേ? ഒരു 3 മണിയാകുമ്പോ വിളിച്ചാ മതി. അല്ല 3:30 സ്കൂള് വിടുക. അങ്ങനെ മറക്കരുത് ടജി. എന്നെ ഓർമ്മിപ്പിച്ചോണ്ടി. ഞാൻ മറക്കണ ആളാ. അവിടെ എത്താൻ നേരത്തെ നമുക്ക് വിളിച്ച അവിടെ എത്തിയാ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല. ചിലപ്പോ ഓരോ തിരക്കിലാവുമ്പോ. എന്താ എന്റെ സൗണ്ട് വന്നോ? സൗണ്ട് കൊറേയൊക്കെ ശരിയായി. ടിഷുമോനോ? ടിഷുമോന് സൗണ്ട് ഉണ്ടെങ്കിൽ അവള് കളയും. ഇല്ല സൗണ്ട് ഓള് കളയും.
നോക്കണണ്ടില്ലേ എവിടേക്കൊക്കെ ഇങ്ങനെ പോകുകയാണോ? ഒറ്റ ഷൂ എവിടെ കിട്ടൊടുക്കലില്ല. പറഞ്ഞിട്ടുള്ളൂ അല്ലേ കുറച്ച് ഞാൻ കാണൂലേ അപ്പൊ ഓക്കല്ലേ ഇട്ടൊടുക്കലില്ല. പോയേക്കും അങ്ങനെ ഓരോ സിംഗിൾ പെയർ പോയിട്ട് കൊറേ പൊയ്ക്കണേ അല്ലേ. നമ്മളിറങ്ങി നടക്കുമ്പോഴൊക്കെ അന്നാ ചെറുതായെന്നൊക്കെ ഇട്ടൊടുത്തീനെ. അന്ന് നമുക്ക് പൊലിവല്ല ഇട്ടൊടുക്കാന്. അപ്പൊ പിന്നെ വെച്ച് സീറ്റിംഗ് ആയിട്ട് എടുക്കണ്ടെന്ന് വെച്ച് അവളെ കാല് തടിയില്ല. ഡിഷുമാന്റെ തന്നെ ഡിഷുമാ ഇപ്പൊ ഒരാളെ കൊല്ലട്ടോ പെരിയിൽ എന്തെങ്കിലും എന്താ പറയാ അർജന്റായി പണിയെടുക്കുമ്പോഴാക്കാര നിന്ന് കരയും കുട്ടി. അപ്പൊ നോക്കൊക്കെ അറിയാം ഓളെയാണ് ഈ പറയണത് എന്നൊക്കെ. ഇടക്ക് കാക്കൂനെ നോക്കോ അല്ലേ? ജുബുറ നിങ്ങളൊന്നും ഇത്ര ചീച്ചിലല്ലേ ഇനി ജുബുറ ചെറുതായെന്ന്. നമ്മളിവിടെ കാക്കുട്ടിയൊക്കെ സ്കൂള് ഇതിലുണ്ടാവും അപ്പുറു ഒക്കെ. ഇനി അടുത്ത കൊല്ലം ഇജ്ജും ഉണ്ടാവുക ഇവിടെ. ഞാനും എന്താ പരിപാടി? അങ്ങനെ ഗായ്സ് നമ്മളെ ഇനി എന്തേലും ഫുഡ് എന്തേലും കഴിക്കണല്ലേ കുഞ്ഞോളെ? വിശക്കുണ്ട്. ചിഷുമ എനിക്ക് എന്തേലും വേണോ? തണുക്കുണ്ട് നോക്ക്. ജിബ്രാനെ ജിബ്രാൻ നല്ല ഉറക്കില്ലാട്ടോ. ജിബ്രാൻ ഇങ്ങോട്ടോക്ക് ഡാ എന്നാ നീച്ച ചോറുന്നാ ഫുഡ് കഴിക്കല്ലേ ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കുക. എന്നാ നീച്ചു വാ ഷൂട്ട് വേഗം. ഷൂ ഊരിയിട്ടില്ലല്ലേ? ഇറങ്ങേ അങ്ങനെ ഗായ്സ് ഒച്ച ഉണ്ടാക്കലട. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഭക്ഷണത്തിലേക്ക് കിടക്കണല്ലോ ഞങ്ങളെ. അപ്പോൾ നമ്മളന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല കുഴിമന്തി, അതുപോലെ തന്നെ ചിക്കൻ അൽഫാം, പിരി അൽഫാം അല്ലേ? പിരി അൽഫാം, പിന്നെ സാലഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിക്കല്ലോ എന്നാ ഓക്കാണ്ട് ജിബ്രാൻ ഇട്ടോ ചൂടാക്കാണ് കൈയിട്ട് വരലട്ടോ ടീഷ കേട്ടോ. എൻ്റെ ഇത് വേണമെങ്കിൽ എടുത്താ പേപ്പർ ഞാൻ ഇട്ടരാം. ശ്രദ്ധിക്ക് കുറച്ചും ഇങ്ങോട്ട് വെച്ചു. എനിക്ക് ഞാൻ അവിടുന്ന് പള്ളടിച്ച് തന്നില്ലേ? തന്നോ? ഇതൊക്കെ ഞങ്ങൾക്കാണ്. ഫുഡ് കഴിക്കലേ കഴിഞ്ഞില്ലേടി? പോലെ ലോക്ക് വറക്കട്ടെ. ഔ ചൂടന്നെയാണോ ഞങ്ങളെ? ചൂടന്നെയാണോ? പോലെ ടിഷാപ്പു കണ്ടില്ലേ ഫുഡില്ലേ? മനസ്സില് എനിക്ക് തന്നിട്ടുള്ളതൊക്കെ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ കേരളത്തിലെ പ്രശസ്തമായ MS നാച്ചുറൽ ആയുർവേദിക് പ്രൊഡക്റ്റിന്റെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട് അല്ലേ? അതായത് ഒരു ദിവസം 5000 ലിറ്റർ ഹെയർ കെയർ ഓയിലാണ് ഇവിടെ എന്താക്കുന്നത്, ഇവര് മേക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പൊ കമ്പനിയിൽ ഇവിടെ യാർഡിന്റെ ഫാം ഒക്കെ ഉണ്ട്. അതായത് സ്കിൻ കെയർ ഓയിലൊക്കെ ഇവർ ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അല്ലേ? അതിന്റെ പാലിന് വേണ്ടിട്ടാണ്. അപ്പൊ ആടിന്റെ പാലിന് വേണ്ടിയിട്ടാണ് ഇവിടെ സംഭവം ഫാമൊക്കെ. അതായത് ഫുള്ള് ഓൺ സംഭവങ്ങളാണ്, ഒക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ സംഭവങ്ങൾ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഇത് ഇത്രയും ഹൈപ്പ്. അതുകൊണ്ടാണ് ഓയിലിന് ഇത്ര ഹൈപ്പ്. അതെ അതെ, ജനങ്ങളെ ഏറ്റെടുത്തു അല്ലേ? അതായത് ഒരു കോണിക്കൂടിന്റെ ഉള്ളിൽ തുടങ്ങിയ സംഭവം ഇന്ന് നിൽക്കുന്നത് നോക്കാണ്. സ്വന്തമായി ഏക്കർ കണക്കിന് സ്ഥലം എടുത്ത് അങ്ങനെ നമ്മൾ ഓഫീസിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. കേറിക്കോ. അസ്സലാമു അലൈക്കും. കമ്പനി മാനേജർ ഷാക്കിർ, MD മാഷിമ,
മരുമകൾ ജിനു എല്ലാരും ഉണ്ടല്ലോ. അസ്സലാമു അലൈക്കും. എന്താ വർത്താനം മാഷിമ? സുഖല്ലേ? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഹയറായിട്ട് പോകുന്നു അല്ലേ? ഞാൻ കുഞ്ഞോളോട് ഇങ്ങനെ പറയേ, അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയെന്ന് വീട്ടിൽ പോയെന്ന് ഒരു കോണിക്കൂടിന്റെ ഉള്ളില് ഒരു കന്നാസിലിരുന്നത് സംഭവം. ഇന്ന് വലിയ വലിയ ലിറ്റർ കണക്കിന് ടാങ്കുകളിലാണ് ഇപ്പൊ അത്രയും ഇതുണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത് റിസൾട്ട്. ഇത് ആളുകൾ വാങ്ങിയാലാണ് ഇപ്പൊ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ആ നിങ്ങൾ പ്രീ ഓർഡർ ആണ് കൂടുതൽ അല്ലേ? അതിനെ ഇത് ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മളെ കോൺഫിഡന്റ് എന്താണ്? ഈ റിസൾട്ട് അല്ലേ അല്ലേ? സാധനം തീരൂല്ലേ? എന്തായാലും മാഷാ അല്ലാ. അതല്ല ബിസിനസിന്റെ വിജയം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ സത്യം പറഞ്ഞാല് ഷാക്കിർ അതന്നെ പറഞ്ഞത്. ആ സ്റ്റെയർ കേസിന്റെ ഞങ്ങളിപ്പോ പറഞ്ഞത് ഇപ്പൊ സ്വന്തം സ്ഥലം എടുത്ത് ഏക്കർ കണക്കിന് സ്ഥലം എടുത്ത് ടൺ കണക്കിന് ലിറ്റർ കണക്കിന്, എങ്ങനെയാണ് ഇതിന് പറയാ? ടൺ കണക്കിന് ലിറ്ററോ? എന്തായാലും മാഷാ അല്ലാ. അല്ല ബാപ്പ എവിടെയാണ്? പണ്ട് പപ്പാസ് കിച്ചൺ ഇറങ്ങാണ്ട് ചാനലൊക്കെ നടക്കേനി. ഇപ്പൊ കിച്ചൺ ഉണ്ട്, പപ്പാസ് കിച്ചൺ അല്ല, ഇപ്പൊ MS-ന്റെ വലിയൊരു കിച്ചണാണ് അല്ലേ? ആംബിയൻസ് ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മിനി ഊട്ടി കണ്ടില്ലേ നിങ്ങള്? മിനി ഊട്ടി തന്നെ അല്ലേ? മിനി ഊട്ടിന്റെ വേറൊരു സൈഡ് അല്ലേ ഇത്? എടാ അവിടെ കറണ്ട് പിടിച്ചിങ്ങോട്ട് പോര്. ആ കറണ്ട് പിടിച്ച മെഷീനാണെന്നൊക്കെ. അതിന് കറണ്ട് ഇല്ല, ബാറ്ററിക്ക ടിഷ്യുവാ ആരാ അറിയോ? അന്റെ മുഖത്തെ ജനിച്ചപ്പോ തേച്ചില്ലേ ഓയില്? ഇതൊക്കെ തേച്ചു കൊടുത്തിട്ടില്ലേ? ക്യാരറ്റ് ഓയില്, സ്കിൻ കെയർ ഓയില് അല്ലേ? പിന്നെ ഇതിന്റെ സൗന്ദര്യം കിട്ടിയിരിക്കണേ അത് വേറെ. ഇവനൊക്കെ തേച്ചിക്കണേ ജിബ്രാനെ എന്നിട്ട് തിരിഞ്ഞ പിന്നെ ഓൽക്കൊക്കെ ഇന്റെ നിറ കെട്ടിക്കണേ. പക്ഷെ ഓളത് കിട്ടിയത് ഇബ്രൂനാണ്, വലിയ കുട്ടിക്കായിട്ട്. ഓല് രണ്ടാള് സ്കൂളിലാണ്. ഞങ്ങളിന്ന് മിനി ഊട്ടിക്ക് വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാ. അപ്പൊ ഈ ഭാഗത്ത് ഞാൻ അവനെ വിളിച്ചപ്പോ ചേട്ടാ ഒന്നാമത് എന്താ പറയുക, എനിക്ക് ഫുള്ള് ബിസി കാരം. പിന്നെ നിങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ നമ്മള് തട്ടിത്തടച്ചിലായിട്ട് അന്ന് നമ്മള് വന്നതിന് ശേഷം 2 പ്രസവം കഴിഞ്ഞില്ലേ? രണ്ടാമത്തെ എന്ത് പ്രസവത്തിന്? ഞാനെന്നെ കൊറേ കൂടുതൽ ഞാൻ എന്നെ നോക്കലോളെ. പിന്നെ എന്നോട് ഉമ്മ പറ ഇന്ന് മേക്കിംഗ് ഉണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കണല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഇതാ MS നാച്ചുറൽ പ്രൊഡക്റ്റിന്റെ കമ്പനിയിൽ ഡയറക്റ്റ്, അതായത് കുഞ്ഞോള് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഹെയർ ഓയിലാണ്. അതായത് ഞങ്ങൾ വാങ്ങലൊന്നുമില്ല, ഞങ്ങൾക്ക് മാഷിമ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്ക്. പിന്നെ കഴിഞ്ഞ ഓള് ഇതിൽ കൂടെ കൊണ്ടോട്ടിക്ക് എയർപോർട്ടിൽ കൂടെ പോകുമ്പോ ഇവിടെ നിന്ന് കയറും ബന്ധം പുതുക്കാൻ. നാച്ചുറൽ ആട്ടിയ വിളിച്ചെന്നെ. എടേ അന്റെ മൈക്കൂരിയാണ്ട് ഷാക്കിറിന്റെ ഇത് ഇതായിക എങ്ങനെ നാടൻ ആട്ടിയ തേങ്ങ ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണ, നാച്ചുറൽ വെളിച്ചെണ്ണയാണ്. ഒരു മായവും ചേർക്കാം. നാച്ചുറൽ എന്ന് പറയാനുള്ള കാരണം ഞാൻ കാണിച്ചു തരാം. കാരണം നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങിയിട്ട് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് നമ്മള് പുറത്തുനിന്ന് വെളിച്ചെണ്ണ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ആട്ടിയെടുക്കണ വെളിച്ചെണ്ണയാണ്. ഇതാ നല്ല നാടൻ കൊപ്പരതാ. കൊപ്പര വന്നിട്ട് ഇവിടെ തന്നെ നമ്മള് വെളിച്ചെണ്ണതാ മെഷീൻ വെച്ച് ആട്ടും. ഇവിടെ നിന്ന് നമ്മൾ ആട്ടി എടുത്തിട്ട് പിന്നെ ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാധനതായി ടാങ്കിലേക്ക് എത്തും. എണ്ണ ഇക്കാണ് പോണേ, അതായത് ടാങ്കിലേക്ക് എത്തും. പിന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കും.
ആ വെളിച്ചെണ്ണ ഒന്ന് എടുത്താണ്. അതായത് ലൈവ് പക്ക ഒറിജിനൽ വെളിച്ചെണ്ണയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ് കേട്ടോ. വെളിച്ചെണ്ണ വരുന്നത്, വെള്ളമല്ല കേട്ടോ, വെളിച്ചെണ്ണയാണ്. അല്ല പക്ക ഒറിജിനൽ വെളിച്ചെണ്ണ, പ്യുവർ സാധനം, ഒരു മായം ചേർക്കാതെ പ്യുവർ വെളിച്ചെണ്ണ. അവിടെ നിങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞ് വെളിച്ചെണ്ണ കൊണ്ടുപോകാം എല്ലായിടത്തും. വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില? ഇതൊക്കെ പാടെ ഇപ്പൊ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് റേറ്റ് മുതലാവോ? ഇത് തേങ്ങാപ്പാലല്ലേ? അത് ജനങ്ങൾ നന്നാവട്ടെ, എല്ലാവർക്കും നല്ല മുടി. റിസൾട്ട് ആണ് മെയിൻ. റിസൾട്ട് ആണ്. എന്തെങ്കിലും ഒരു കാലത്ത് ഇതിന് ഇത് കാണും. അത്രേ ഉള്ളൂ. ഇത് ഇതിലേക്ക് ഇടാനുള്ള ഇത് തേങ്ങാപ്പാലിലേക്കുള്ള തേങ്ങ ചിരകി എടുക്കുക അല്ലേ? ഈ തേങ്ങാപ്പാല് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഹെയർ കെയർ ഓയിൽ എല്ലാ ഓയിലിനും ഇടല്ലേ നമ്മള്, എല്ലാ ഓയിലും ഞാൻ സ്കിൻ കെയർ ഓയിലിനുള്ളതാണ്. ഇതൊക്കെ വെളിച്ചെണ്ണയാവൂലേ? ഇതൊക്കെ മേക്ക് ചെയ്തത് കൊണ്ടുവന്നിക്കണം, പിന്നെ മാറ്റും, ടാങ്കില് മാറ്റും, നേരെ പിന്നെ അങ്ങോട്ട് എത്തും. മിക്സ് ചെയ്ത മരുന്നുകള് ഒരുപാട് മരുന്നുകളുണ്ട്. കുറച്ച് മരുന്നുകളെ പേരൊന്നും പെട്ടെന്ന് പറഞ്ഞില്ല. നെല്ലിക്ക, നീലാമരി, കഞ്ഞുണ്ണി, തുളസി, അങ്ങനെ പിന്നെ ഒരുപാട് 10-21 ഔഷധങ്ങള് സംഭവങ്ങളുണ്ട്. കുറെ മരുന്നുകൾ ഫുള്ള് പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാൽ പിന്നെ 5000 ലിറ്റർ ഉള്ള പ്രിപ്പറേഷന് 2 ദിവസം 3 ദിവസം എടുക്കൂല്ലേ? സ്ലോലിയാണ് ഇതിന്റെ, സ്ലോ ആയിട്ട് കുക്കിംഗ് നടക്കാൻ പറ്റും. ഓരോന്നിനും അതിന്റേതായിട്ടുള്ള ടൈമും ചൂടും ഒക്കെ കൊടുക്കണം അല്ലേ? കണലടുപ്പിലെ നല്ല വിറകടുപ്പിൽ ഇങ്ങനെ ആയി വരണം. ഫുള്ള് മെഷീനറി വെച്ചിട്ടുള്ള പരിപാടി അല്ലേ? സ്റ്റാഫുകൾക്ക് കുറെ സുഖാണല്ലോ. സ്റ്റാഫുകൾ പിന്നെ പാക്കിങ്ങിന് മതി. പിന്നെ ഒന്ന് നിയന്ത്രിക്കണം. ഒരു ഇവിടെ നിൽക്കും, നമ്മള് പോയാലോ നിയന്ത്രിക്കണം. ഇത് ചൂടാവല്ലേ പെണ്ണ? അല്ല, ഇപ്പൊ അതിങ്ങനെ മിക്സിംഗ് ആണ് അല്ലേ? എന്നിട്ടേ കത്തിക്കുള്ളൂ. കൈ ഇപ്പൊ ചൂടില്ല. ചെറുത് കരിഞ്ചീര ഇട്ടില്ലല്ലോ കേട്ടോ, കിട്ടില്ലേ? ഇനി ഫ്ലവറും കൂടി ഇടാണ്ട് അല്ലേ? അങ്ങനെ ഗൈസ്, നമ്മളെ MS-ന്റെ ഹെയർ കെയർ ഓയിലേക്കുള്ള മരുന്ന് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മരുന്ന് ഇട്ട് മിക്സ് ചെയ്ത് നല്ലോണം മിക്സ് ആയതിനു ശേഷമാണ് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാ അങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്, മെഷീന് കറങ്ങിയോണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. മറ്റേ നിങ്ങളൊക്കെ ഒരു കയ്യിലെടുത്ത് ഭയങ്കര നമ്മള് കൈയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടലല്ലേ, ഇവരൊക്കെ എത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ ഓൽക്കും സുഖമായി. ഇങ്ങനെയുണ്ട്. അതല്ല, ഇത്ര കൂടുതൽ സംഭവം ഇതാക്കുമ്പോ എന്തായാലും ഇതൊക്കെ വേണേ? അതന്നെ, തോനെ ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്ടല്ലോ. എന്നാലേ ഓർഡർ പെൻഡിങ് ആവാതെ സാധനം എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ GCC-ലൊക്കെ കുറെ കൊണ്ടുപോകാനുള്ളതല്ലേ. ഇപ്പൊ എവിടേക്കാണ്? ഒമാന് എല്ലായിടത്തിലും, കുവൈത്തിലും ആയി. മൊത്തം ഉണ്ട്. അപ്പൊ കുവൈത്തിലും കൂടി ആയി. കുവൈത്തിലില്ല ആദ്യം. അതേപോലെ ഇവിടെ ഹൈലൈറ്റ് മാളിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഇതിന്റെ ഹൈലൈറ്റ് മാളിലുണ്ട്. മർക്കസ് നോളജ് സിറ്റിയിലുണ്ടോ? അവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മേലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിന്റെ മേലെ ഇനിയൂട്ടി തന്നെ മേലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇതിന്റെ സ്വന്തങ്ങളെ അതിന്റെ മുന്നിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ, കമ്പനീന്റെ മുന്നിൽ തന്നെ. അവിടുന്ന് വാങ്ങലേ? അവിടെ ഉണ്ട്, മേലെ ഉണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങക്ക് ഇഷ്ടമുള്ളടത്തുനിന്ന് വാങ്ങാം. സംഭവം നോക്കി ഗൈസ്, 11 ചെമ്പുകളാണ്. അതായത് ഇങ്ങനത്തെ 11 ചെമ്പില്. ഇതിപ്പോ ചൂടാക്കിയിട്ടില്ല, അതിപ്പോ മരുന്ന് ചേർത്ത് മിക്സ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി മരുന്ന് നല്ലോണം അലിഞ്ഞ് ചേർന്നതിന് ശേഷം ഗൈസ്, അങ്ങനെ നമ്മളെ ഹെയർ കെയർ ഓയിലേക്കുള്ള പനിനീർപ്പൂവ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മാഷിമ്മ അല്ലേ? എവിടെ എത്ര തോന്നെ പനിനീർപ്പൂവൊക്കെ കിട്ടണേ? നമുക്ക് കിട്ടും. ഒക്കെ എനക്കാണ് പറഞ്ഞുതരാ. അത് തേങ്ങാപ്പാലേക്ക് അല്ല അൻഷിഫേ. ഗൈസ്, പനിനീർപ്പൂവിന് ശേഷം ഇപ്പൊ നമ്മൾ ഇടാൻ പോകുന്നത് തെച്ചിപ്പൂവാട്ടോ. ഏകദേശം 10ലധികം നമ്മൾ ഇതിൽ അരച്ച് ചേർത്തിട്ടുണ്ടല്ലേ മരുന്നുകള്? അരച്ചും പൊടിച്ചും ചേർത്തിട്ടുണ്ട്. എല്ലാ പ്രോസസ്സും ഉണ്ട്. പിന്നെ അതിന് ശേഷം ചേർക്കുന്ന സംഭവമാണ് ഈ പനിനീർപ്പൂവ്, തെച്ചിപ്പൂവ്. അതെന്താണ്? തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് അത് ഇതിക്ക് ആഡ് ചെയ്യാനാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ആലോചിച്ചാൽ മനസ്സിലാവും തേങ്ങയുടെ വില എന്താണ്. അതേപോലെ അവരവിടെ ആട്ടുന്ന
അതന്നെ തേങ്ങയുടെ വില എന്താണ്, വെളിച്ചെണ്ണയുടെ വില എന്താണെന്നുള്ളതൊക്കെ ജനങ്ങൾ ആലോചിക്കുക. അവർക്ക് നമ്മള് എങ്ങനെയാണ് നമ്മളെ മക്കൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി നല്ല രീതിക്ക് എത്തിക്കണം എന്നാണ് നമ്മളൊരു ലക്ഷ്യം. അത് നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ട്, നിങ്ങളിത് വാങ്ങിയിട്ടൊരു റിസൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ മൗത്ത് പബ്ലിസിറ്റിയിൽ നിങ്ങൾ അറിയിക്കുക ജനങ്ങൾ അല്ലെ. അതായത് നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ന് ഇവിടെ ലോകം മൊത്തം ഉണ്ട് അല്ലെ. GCC മൊത്തം പ്രവാസികളോ മൊത്തം തലവാസികൾക്ക് മൊത്തം മുടികൊഴിച്ചിലും താരനൊക്കെയുള്ള മരുന്നായിട്ട് നമ്മുടെ MS-ന്റെ പിന്നെ സുഖമായിട്ട് ഉറങ്ങാം, നല്ല ഫ്രീ മൈൻഡ് ആക്കി. കാരണം നല്ല കൂളിംഗ് ഉള്ള മരുന്നുകൾ നമ്മൾ ഇടുന്നത്, പച്ചമരുന്നുകളെ. നമ്മുടെ നവരത്നന്റെ ഒക്കെ ഒരു ഹെയർ ഓയിൽ തേച്ച് ഉറങ്ങുമല്ലോ ചില ആൾക്കാര്, തണുപ്പുള്ള കൂളിംഗ് ആണ്, നല്ല കൂളിംഗ് ഉണ്ടാവും. അതായത് ടെൻഷൻ ഫ്രീ ആവും, ടെൻഷൻ ഫ്രീ ആണ്. അല്ലേ? അപ്പൊ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും. പിന്നെ സ്ട്രെസ് ആണല്ലോ അവിടെ പോയ ഇവിടുന്ന് ഫാമിലിനിട്ട് പോണല്ലേ, അതിനൊരു പരിഹാരമാണ് ഉറക്കണ്ടാവൂല, ഉറങ്ങിയ സുഖമായിട്ട് പെട്ടെന്ന് എണീക്കും ചെയ്യാ രാവിലെ. അതെ, അതല്ല ഉറങ്ങിയാൽ തന്നെ മുടി കൊഴിച്ചിൽ നിൽക്കും. അത് ശരിയാ, കൊണ്ട് നമുക്ക് മുടി കൊയ്യും. അങ്ങനെയുണ്ട്. പിന്നെ വെള്ളം, പിന്നെ നമ്മുടെ ജീവിതശൈലി ഇപ്പൊ മാറിയില്ലേ. എന്തായാലും അത്യാവശ്യം നല്ല റിസൾട്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കാണുന്ന ഈ 16 ചെമ്പില് ഒരേ സമയം 5-8 ലിറ്ററോളം ഈ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മറക്കണ്ട. റിസൾട്ട് ഇല്ലാത്തൊരു സാധനമാണെന്ന് കരുതി ആരും വിചാരിക്കണ്ട. ഹെയർ എന്തൊക്കെയാണ് നമ്മളെ മുടി കൊഴിച്ചില്, താരൻ, അകാല നര, ഉറക്കക്കുറവ്, പിന്നെ എന്താ പറയാ മുടിന്റെ എല്ലാം പൊട്ടിപ്പോലും മുടി തിക്കായി വളരാന്. അതായത് ഇനി ഒരു പ്രശ്നമില്ല, ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ എന്നുണ്ടാവും. അതേപോലെ അല്ലെ, കഷണ്ടി ഒക്കെ വരുന്നതിന്റെ മുന്നേ നമ്മള് കരുതുക. അതായത് പണ്ടൊക്കെ നമ്മളെ വല്യമാര് വെളിച്ചെണ്ണ തേച്ചിരും തലയില്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഇതില് വെളിച്ചെണ്ണയും ഉണ്ട്, പിന്നെ വേണ്ട നമ്മളെ മുടിക്ക് വേണ്ട എല്ലാവിധ മരുന്നുകളും അല്ലേ. ഷാക്കിർ, ആടുകളെ ഞങ്ങൾ പറഞ്ഞേ സ്കിൻ കെയർ ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ ആട്ടിൻപാലിൽ നിന്നല്ല മേക്ക് ചെയ്യണേ. അതിന് സ്വന്തമായിട്ട് ഫാം തന്നെയാണ് തുടങ്ങി ആടിന്റെ അല്ലേ. ഇബ്രാനെ മുന്നിൽ പാഞ്ഞാണ് മോന്തി കുത്തി വീഴണ്ടട്ടാ. പാക്കിംഗ് സെക്ഷനിക്ക് പോയൊക്കെ വണ്ടിയില്ലേ. മാഷാ അല്ലാ. ആ അസ്സലാമലൈക്കും. എന്താ വർത്താനോ? സുഖല്ലേ? റാത്തല്ലേ? നിങ്ങളെ കണ്ടിക്കണ ഞാൻ മറ്റേ വീഡിയോയില് നോമ്പറപ്പിക്കണ ഒരു വീഡിയോയില് ഉണ്ടായിരുന്നല്ലോ. വരപ്പം കൂടി പിന്നെ നമ്മള് വിട്ടില്ല, നേച്ചറലായതുകൊണ്ട് അതിലുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഒക്കെ ഉഷാറാണപ്പോ. ഇതിപ്പോ പാക്കിങ് കഴിഞ്ഞതാ, കൊറിയറിന് റെഡി ആയിക്കൊണ്ടിരിക്കുക അല്ലേ. അവിടെയാണ് ഓയില് ഇത് ചെയ്യണത് അല്ലേ. ഇപ്പൊ ഗ്യാസ് ഇവിടുന്ന് കണ്ടിട്ട് നമ്മളെ ബോട്ടിൽക്കുള്ള സംഭവം സെറ്റ് ആവുക. ടിഷുമ കണ്ടജി കണ്ടോ? അങ്ങനെയാണ് ആ കുപ്പിയിലേ എണ്ണയായിട്ടേ കണ്ടോ അവിടെ വെച്ചിക്കണോ, അതേപോലെ ഫില്ലാക്കിയിട്ട് വരിക. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ പാക്കിംഗ് സെക്ഷൻ കേട്ടോ. അതായത് അവിടുന്ന് മെഷീനറി എന്ത് ചെയ്യും, ഈ ബോട്ടിലേക്ക് ഇത് ഫില്ല് ചെയ്ത് വരും. അതിന് ശേഷം ഇവരിത് പാക്ക് ചെയ്യും അല്ലേ ബോക്സിക്ക്. MS അതായത് ഇങ്ങനെ ഇത്രയും റിസ്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ കുഞ്ഞു ബോട്ടിലാക്കിയിട്ടില്ലേ ഈ സംഭവം റെഡി ആയിട്ട് വരുന്നത്. അപ്പൊ പിന്നെ മുടി കൊഴിച്ചിലില്ലാതെ അവണിന് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുകൾക്ക് ഇത് കാണുമ്പോ എന്താ അറിയോ, ഇതിനിപ്പോ എത്ര ഉറുപ്പ്യൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇത്ര ഫലം ഉണ്ടാവുമെന്ന്. ഇതിൽ ചേർക്കുന്ന കൂട്ടുകൾ കണ്ടാൽ തന്നെ ഒന്നും നാട്ടിൽ കിട്ടൂല ചില മരുന്നുകളൊന്നും അല്ലേ. കാട്ടില് അലയേണ്ടി വരും. നമ്മളിത് ആദിവാസികളുടെ അടുത്ത് നോക്കല്ലേ കൊണ്ടിന്. അപ്പൊ ഗൈസ് അങ്ങനെ ഇത് പാക്കിംഗ് സെക്ഷൻ ആട്ടോ. പിന്നെ അതേപോലെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് സാധനം ബോക്സ് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇത് ഫുള്ള് ഇന്ന് സൗദി സൗദിയിലേക്ക് പോകാനുള്ള കേട്ടോ. ഇത് കണ്ടില്ല നിങ്ങളെ ഫുള്ള് സൗദി 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 വെച്ചിട്ടുണ്ട്. ഒരു ടാങ്ക് ഒരു ഇത് മൊത്തം ഉണ്ടാവും അല്ലേ? കണ്ടെയ്നർ മൊത്തം സൗദിക്കാവും അല്ലേ? പോവല്ലടിന്നാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി കാണാം കേട്ടോ. എന്തായാലും ബിസിനസ് കാര്യങ്ങൾ പപ്പനോട് പ്രത്യേക അന്വേഷണം പറയും. ഞങ്ങൾ വന്നീന്ന് പറയും. എന്തായാലും സെറ്റപ്പ് എങ്ങനെ ഉണ്ട് സെറ്റപ്പ്? ആ പിന്നെ അനക്കേ ഒരു നോക്കാ കുഞ്ഞോക്കൊരു ഓയിലിന്റെ ഇത് കൊടുക്കട്ടോ തലി തേക്കാന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓള് ഞാൻ പരിചയം കൊല്ലോ. നിങ്ങളത് വാങ്ങിത്തരാറാണ് കൊണ്ടുവന്ന് കണ്ടറിയാണ്ട്. ഇവക്കേ അതല്ല അത് ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കട്ടോ. നമുക്ക് പ്രസവം കഴിഞ്ഞ ശേഷം പെരും മുടി കൊഴിച്ചില്. അത് പ്രസവം കഴിഞ്ഞ ഉണ്ടാവും പറയുന്നത് കേട്ടോ യൂട്യൂബില്. പെരും കൊഴിച്ചില്. വൈറ്റമിൻ ഡി3 പ്രശ്നം ഉണ്ടാവും അല്ലേ? പപ്പായ കുക്കുമാതി കുങ്കുമാതി എനിക്കൊന്നും കേൾക്കാൻ പറ്റൂലേ? ഗൈസ് വേറൊരു സർപ്രൈസ് ഉണ്ട്. ഷാക്കിറ അങ്ങനെ പണി പറ്റിച്ചു ഗൈസ്. ഓനെ ഇഞ്ഞേറ്റ് മത്സരിച്ചാണ് പോലോ. അതിനെന്നെ കൊണ്ട് കഴിയോ ഷാക്കിറെ? നോക്കാം. കഴിയൂല മോനെ. ഷാക്കിറ അങ്ങനെ രണ്ടാമത് ഉപ്പയാവാൻ പോവുകയാണ് ഗൈസ് ഇൻഷാ അല്ലാ. ജീനു 4 മാസം ഗർഭിണിയാണ്. അപ്പൊ ഇനി ഇപ്പൊ അടുത്തൊന്നൊരു ട്രിപ്പ് നടക്കൂല. ഇനി ഇതൊന്ന് ഇതാവണ്ടേ. ഒക്കെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് മിനി ഊട്ടി നമ്മളെ ഷാക്കിറിന്റെ അടുത്ത് നിന്ന് പോന്നപ്പോ ഇതാക്കണം മടങ്ങിയപ്പോ ഇവിടെ ചായ എടുക്കാൻ വേണ്ടി കയറി കേട്ടോ. ചാടും കുട്ടി ലാടും കുട്ടി. അനക്കടെ ചായ കോഫി ബൂസ്റ്റ് സർവത്ത് എന്താ ബൂസ്റ്റ് സർവത്ത് ഉണ്ടോ? കോഫി എനിക്കൊരു ചായ തട്ട് നോക്കട്ടോ കുട്ടി. ഇബ്രാനെ എനിക്ക് നാരങ്ങ ഇത് വേണ്ടേ? ലൈമ് സർവത്ത് ലൈമ് വേണ്ടേ? ഓന്റെ ലൈമാണത്. മടക്ക ഒരു മടക്ക് കുടിക്കിതാ. ഞങ്ങളിപ്പോ ഫുഡ് കഴിച്ചോണ്ടേ സൗണ്ട് ഉണ്ടാക്കല്ലടാ ജിബ്രാനെ. നിക്ക ബാ ചായയാണോ? എടുത്തോ. ഓക്കെ എത്ര വയസ്സായി? ഓനാണല്ലേ ഒളിച്ചിക്കണേ. ബാ എന്താ ഓന്റെ പേര്? ഓന്റെ പേരെന്താ? മുഹമ്മദ് ഐസം. ഐസം ഇവിടെ വാ, ഇവിടെ വാ. കുറവാ എനിക്ക് ലൈസ് തന്നില്ലേ? ഇവിടെ വാ. ഞാൻ പെൺകുട്ടിയാണ് എഴുതിക്കണേ. പെൺകുട്ടിയാണെന്ന് ചൂടുണ്ടോ ചായ? പാകത്തെ ചൂടോളൂ.
കുപ്പായം വീഡിയോ എടുത്തിട്ട് അവേ വണ്ടി കയറിക്ക അങ്ങനെ തന്നെ കയറിക്ക ഒന്നാണ് പിടിച്ചോ കയറിക്കോ ഫോട്ടോ അല്ല ഒരു വീഡിയോ ആണ് വേണ്ടത് നല്ല രസമുണ്ടോ ഒരു ഔട്ട്ഫിറ്റ് ശരിക്കും നിക്ക് കൈ താത്തിക്ക നമുക്ക് ഷാക്കിറിനെ കൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചാൽ മതിയല്ലേ അങ്ങനെ ഗായ്സ് നമ്മുടെ ഇബ്രാഹിം ആൻഡ് അബ്രഹാം സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ് എവിടുക്കാ അതെ നിങ്ങക്ക് അറിയോനെ ക്യാരറ്റ് ഓയിലൊക്കെ വെക്കാം അമ്മ അങ്ങോട്ട് പോയില്ലേ നല്ല കാണല്ലേ അതിന് ആവശ്യത്തിന് ടൈം ടേബിൾ നോക്കലില്ല ഇവന്റെ മറ്റേ ഡ്രസ്സും കൂടി ഉണ്ട് അപ്പൊ ഇജെന്തിനാ ഒക്കെ പാടായിട്ടത് ഇതിന്റെ പോലെ കരാട്ടെ ഡ്രസ്സൊക്കെ അതും കൂടി യൂണിഫോം അബ്രുവിന്റെ ബാഗാ അതിലാണ് അതാണ് അബ്രുവിന്റെ ബാഗ് റെഡ് എങ്ങട്ടാ ഞങ്ങൾ പോയിന്നത് എങ്ങട്ടാ പോയിന്നത് ഞങ്ങള് ആരാ പറഞ്ഞേ എവിടക്കാ പോയത് വെച്ചോളെ തറബാട്ടിക്ക് എവിടക്കാണ് തറബാട്ടിക്ക് എന്താണ് സൗണ്ട് ആർക്ക് ടീവിന്റെ സൗണ്ട് ആർക്ക് എടി ആ കർട്ടനൊന്ന് വരച്ച് കഴിയുന്നുണ്ട് നമുക്ക് നാളെ മറ്റന്നാൾ ഊരാ കിട്ടും എടാ സൗണ്ട് ആർക്ക് ടീവിന്റെ റിമോട്ട് മേലേ ഇബ്രാഹിം ഓനിപ്പോ കാണായിട്ടൊന്നല്ലേ പറഞ്ഞാൽ കേൾക്കൂല തന്നെ അല്ലേ വേണ്ട എടാ എന്നോടാണ് ഇബ്രോ ഈ വർത്താനം പറയുന്നത് എന്താണ് കാക്കോ കാക്കോ വിളിച്ചിട്ടുണ്ടല്ലേ പരീക്ഷ കഴിഞ്ഞോ ഇല്ല നാളെ അതിന്റെ പിറ്റേന്ന് കഴിയാം അന്ന് ശനിയാഴ്ചയല്ലേ ചെയ്തിട്ടില്ല എന്തൊക്കെയാണ് ഇത് പഠിച്ചൂടപ്പോ അന്റെ അതിലല്ലേ എക്സാമിന്റെ അന്റെ എന്താ പറയാ ചട്ടമലല്ലേനോ അപ്പൊ തല തട്ടിച്ചാട്ടോ ഇനായിക്ക് നൊലൊളിച്ചുണ്ടോ സൂചി അടിച്ചിട്ട് നൊലൊളിച്ചുണ്ടോ എന്ത് കാലുവേദനാന്ന് കാലുവേദന നൊലൊളിച്ചുണ്ടെന്ന് എന്താ കടങ്ങക്കായ എംഫോർടെക്കിന്റെ വീഡിയോ കാണാൻ റലാൻ ഷിഫ് മൂനിക്കല്ലേ യൂട്യൂബ് ചാനലിട്ടൂടെ എനക്കാവുമ്പോ എനക്കുണ്ട് സൂചി അല്ലെങ്കിൽ ഔദന്റെ സൂചി എന്താ അടിച്ചാത്ത ഔദണ്ട ഇനി അടുത്ത ലൈവ് സ്റ്റാർട്ട് ചെയ്യേ ലൈവ് അതിന്റെ ഒക്കെ ശരിയാക്കണേ ഇന്ന് ഇൻഷാല്ല 10 നമ്മൾ വെറുതെ നോക്കണം 9 എന്ത് 10 മണിക്ക് നാളെ നമ്മൾ ഊട്ടിക്ക് പോകണ്ടേ ബ്രോ മറ്റന്നാ അങ്ങനെ തന്നെ വരേ അതിൻ്റെ എക്സാം കാല് കഴുകി പോയി പോയിട്ടുണ്ട് കാട്ടിയതാണ്
നല്ലത് വേറെ സാധാരണ മേത്തില്ലല്ലോ അല്ലേ? നിർത്തൂല്ല. എന്താ ഇങ്ങനെ നോക്കണത്? എൻ്റെ അടുത്തും ഇല്ലാതെ വെച്ച് പറഞ്ഞു. ഇങ്ങനെ മേത്തുണ്ട്. ഇങ്ങനെ സ്കെച്ചിലുണ്ടോ? ഇല്ലല്ലോ. ഞാൻ സ്കെച്ചിലും സ്കെച്ചോ ഒന്ന് മാറി സ്കെച്ചോ അതിന് തറവാട്ടിലല്ലേ? തറവാട്ടിലെ മുസ്ലിം നിസ്കാരപ്പായൊന്നുമില്ല. ഇവിടെ അതില്ല. എനിക്ക് പരീക്ഷ ഉണ്ടേന് ഭക്ഷണമാണ്